നമുക്കറിയാം, ശാരീരിക സൗഖ്യങ്ങളുണ്ട്, മാനസിക സൗഖ്യങ്ങളുണ്ട്. ഈ രണ്ട് തരം സൗഖ്യങ്ങൾ നമുക്ക് വേണം. പ്രധാനമായിട്ടും മാനസികമായിട്ട് ഒത്തിരി തകർച്ചകൾ വരുമ്പോൾ പലരും രോഗികളായിട്ടുണ്ട്. മറ്റൊന്ന് ശാരീരിക സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം ശരീരത്തിന് രോഗം വന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാനോ ദൈവത്തോട് കൂടെ ആയിരിക്കാനോ കഴിയില്ല. മറ്റൊന്ന് പാപത്തിൻ്റെ വേദനമായിട്ട് പലരും രോഗികളായിട്ട് മാറാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം ദിവ്യവൈദ്യനും ഔഷധവുമാണ്. കർത്താവിൻ്റെ ഒരു പ്രത്യേകത, ദൈവം ദിവ്യവൈദ്യനാണ്. കാരണം ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തടത്ത് സുഖപ്പെടുത്താനും സുഖം നൽകാനും ദൈവത്തിന് കഴിയും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകതയാണ്, സ്നേഹിക്കുന്ന കരുണയുടെ കരമുള്ളവനാണ് ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ആഴത്ത് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം കിട്ടാനായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ടത് യേശു തൻ്റെ ജീവിതം വഴി നമുക്ക് നൽകി. പ്രധാനമായിട്ടും ഈശോയുടെ സൗഖ്യത്തിൻ്റെ ഒന്നാമത്തെ കൃപ കെടുക്കുന്നത് അനുകമ്പയിലാണ്. ഈശോയുടെ അനുകമ്പ ഉള്ള സൗഖ്യങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ചില സൗഖ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുകമ്പ ആവശ്യമാണ്. രണ്ടാമത്തത്, യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ പ്രത്യേകത അധികാരത്തിൻ്റെ സൗഖ്യമാണ്. യേശു കൽപ്പിച്ചു, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ. ഈശോയുടെ അധികാരത്തിൻ്റെ സൗഖ്യം. മൂന്നാമത്തത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സൗഖ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കെട്ടഴിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന സൗഖ്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കിതിൻ്റെ ആഴത്തിൽ ചിന്തിക്കാം. ഒന്നാമത്തത് അനുകമ്പയുടെ പ്രകടനമാണ് ഈശോയുടെ സൗഖ്യം. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ 14 അധ്യായം 14 വാക്യം, അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന് അനുകമ്പ തോന്നുമ്പോൾ അവിടെ സൗഖ്യം ഒഴുകും. അപ്പോൾ ഇവിടെ നമ്മുടെയും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അനുകമ്പകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഈ കഷ്ടപ്പാടിൽ, എൻ്റെ ഈ വേദനയിൽ അങ്ങ് അനുകമ്പ തോന്നണമേ, അങ്ങ് എന്നെ സുഖപ്പെടുത്തണമേ, അങ്ങ് എന്നോട് കരുണ കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, അനേകം മക്കളില്ലാത്ത ദമ്പതികളുടെ ചില ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ അവരെ കണ്ടിട്ടുണ്ട് ഒത്തിരി കരയുന്നത്, ഒത്തിരി വേദനിക്കുന്നത്. കാരണം ഒരു വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. എവിടെ ചെന്നാലും വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി, കുഞ്ഞുങ്ങളൊന്നും ആയില്ലേ, അങ്ങനെ ഒരു വേദനയുള്ള അനേകം ദമ്പതിമാർ ഈ ലോകത്തുണ്ട്. ചിലപ്പോൾ വൈദ്യശാസ്ത്രം പറയും കൗണ്ടിൻ്റെ പ്രോബ്ലമാണ്, അങ്ങനെ പലതരം പ്രോബ്ലംസ് പറയും. എന്നാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ആഴ്ചയിൽ ദിവ്യകാരുണ്യ സന്നിധി കുറച്ചു നേരം പോയിരിക്കും, ആഴ്ചയിൽ കുമ്പസാരിക്കും, കുർബാന അർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വൈദ്യശാസ്ത്രത്തെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ കരുണ അവരെ മക്കളെ പ്രദാനം ചെയ്യും. അനേകം സാക്ഷ്യങ്ങൾ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മോട് അനുകമ്പ തോന്നിയാൽ നമുക്ക് തീർച്ചയായിട്ടും സൗഖ്യമുണ്ടാകും. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, എൻ്റെ മേൽ നിൻ്റെ അനുകമ്പ തോന്നണേ. യേശുവിൻ്റെ ഏറ്റവും വലിയ കൃപയാണ് അനുകമ്പയുടെ നോട്ടം. ആ ഒരു നോട്ടം നമ്മുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ കാര്യം, ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് സൗഖ്യങ്ങൾ. ദൈവരാജ്യം ഇന്നും നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സൗഖ്യ ശുശ്രൂഷയിലൂടെയാണ്. യേശു ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നതിന് വലിയ അടയാളമാണ് ഈശോയുടെ സൗഖ്യം. അനേകം വ്യക്തികൾ വചനം കേൾക്കുമ്പോൾ എല്ല് സംബന്ധമായ രോഗങ്ങൾ, പല വിധത്തിലുള്ള രോഗങ്ങൾ സുഖപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വ്യക്തികളിലും വ്യക്തിപരമായിട്ടും അതായത് സമൂഹപരമായിട്ടും സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 11 അധ്യായം 20 വാക്യം അങ്ങനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവകരം കൊണ്ട് ഞാൻ പിശാചുകളെ പുറത്താക്കിയെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ കരം കൊണ്ട് പണിയപ്പെടുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, ഇതെല്ലാം ദൈവരാജ്യം പണിയാൻ ദൈവം ചെയ്യുന്ന ദൈവത്തിൻ്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടും നടക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവരാജ്യം പണിയുന്നുണ്ടോ, ദൈവരാജ്യത്തിൻ്റെ കൃപയിലേക്ക് വളരുന്നുണ്ടോ? ദൈവരാജ്യം വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് ഇപ്പോഴും അടയാളങ്ങൾ നടന്നിട്ടും വിശ്വസിക്കാത്ത ഒരു ജനമുണ്ട് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് ഈശോയുടെ സൗഖ്യം. ഈശോ ശരിക്കും നമുക്ക് വേണ്ടി സൗഖ്യം തരുന്നത് ഈശോ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട്
ഈശോയുടെ സഹനങ്ങളാണ് നമുക്ക് സൗഖ്യങ്ങളാണ്. ഇതുപോലെ നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവർക്കൊരു സൗഖ്യമായിട്ട് മാറും. നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് ഒരു സൗഖ്യമായിട്ട് മാറ്റാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, എനിക്കറിയുന്ന അനേകം മക്കളുണ്ട്, ജീവിതകാലത്ത് ഒത്തിരി സഹിച്ചവർ. ഈ സഹനം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നിയോഗമാക്കുമ്പോൾ അവർക്ക് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. അത് ഈശോയുടെ സൗഖ്യ ശുശ്രൂഷയിൽ നിന്ന് കിട്ടുന്ന ഒരു ഹീലിംഗ് ഗ്രേസാണ്. അത് പ്രകാരമാണ് വചനം പറയണേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാം വാക്യം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. അപ്പൊ കർത്താവിൻ്റെ സഹനങ്ങൾ, യെശയ്യാ പ്രവചിച്ച സഹനങ്ങളാണ് പുതിയ നിയമത്തിൽ കാൽവരിയിലെ സഹനങ്ങളിൽ ചേർത്ത് വയ്ക്കുന്നത്. എന്നിട്ട് പറയാണ്, ഈ സഹനങ്ങൾ ഈശോയ്ക്ക് സൗഖ്യങ്ങളാക്കാൻ പറ്റി. അപ്പം ഇന്നും പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ആരാധിക്കുമ്പോൾ ഈശോയുടെ സഹനങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിൽ സൗഖ്യങ്ങളായിട്ട് മാറുന്നത്. അതുപോലെ നമുക്ക് സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ചില സഹനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ചില ജീവിതത്തിൽ ഒത്തിരി സഹനമുള്ളവർ പ്രാർത്ഥിച്ച പെട്ടെന്ന് അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത്. അതുകൊണ്ട് സഹനങ്ങളുള്ളവർക്ക് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടാവും. അനേകം വൈദികർ വലിയ ശുശ്രൂഷകരാകുമ്പോഴും അവരുടെ ജീവിതത്തിൽ ഒത്തിരി സഹനമുണ്ടാവും. ചിലപ്പോൾ വ്യക്തിപരമായ സഹനങ്ങൾ, രോഗപീഠകളുടെ സഹനം ഉണ്ടാവും. അതുകൊണ്ട് അവരെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ദൈവം അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സൗഖ്യദായക ശുശ്രൂഷ. ശാരീരിക രോഗശാന്തികൾ ദൈവം നടത്തിയിട്ടുണ്ട്, ഫിസിക്കൽ ഹീലിങ്സ്. അത് ഈശോയുടെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ഹീലിംഗ് ആയിരുന്നു. ഫിസിക്കൽ, ശാരീരിക സൗഖ്യങ്ങൾ. ഏതൊക്കെയായിരുന്നു ഈശോയുടെ ശാരീരിക സൗഖ്യങ്ങൾ? ഒന്ന്, അന്ധന് കാഴ്ചശക്തി കൊടുത്തത് ഒരു ഫിസിക്കൽ ഹീലിംഗ് ആണ്. കാരണം കണ്ണ് കാണാത്ത ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമോ ചുറ്റുപാടുള്ളതോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈശോ എന്ത് ചെയ്തു? ഒരു ഫിസിക്കൽ പ്രസൻസിൽ ആ വ്യക്തിക്ക് ഹീലിംഗ് കൊടുക്കുക. പല വിധത്തിലാണ് ഫിസിക്കൽ ഹീലിംഗ് കൊടുത്തത്. ഒന്ന്, തുപ്പലം കണ്ണിപ്പുരട്ടി, ചെളിയുണ്ടാക്കി കണ്ണിപ്പുരട്ടി ശിലോഹായിൽ കഴുകുക. ഒരു ആക്ടിന് വേണ്ടി വിടുകയാണ്. ഈശോ എല്ലാ അത്ഭുതങ്ങളും പെട്ടെന്ന് ചെയ്യുന്നില്ല. ചില പ്രവൃത്തികൾ ചെയ്യണം. ചിലപ്പോൾ പോയി പ്രാർത്ഥിക്കണം, ചിലപ്പോൾ കുറച്ച് ദിവസം നിങ്ങൾ ഒന്ന് പോയി പുരോഹിതനെ കാണിച്ച് ഒന്ന് കുമ്പസാരിക്കണം. അങ്ങനെ പല ആക്റ്റുകൾ ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സൗഖ്യത്തിന് ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈശോ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ശിലോഹായി പോയി കഴുകാൻ പറയുന്നത് ആ വ്യക്തി അത് ചെയ്യുമോ എന്ന് പരീക്ഷിക്കുകയാണ്. ചില പ്രാർത്ഥനകൾ ചൊല്ലിയാലാണ് നമുക്ക് സൗഖ്യം കിട്ടുള്ളൂ. ചിലപ്പോൾ എല്ലാ ദിവസവും ബലിയർപ്പിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ആ വിശുദ്ധ കുർബാന വഴി നമുക്ക് സൗഖ്യം കിട്ടുക. അപ്പോൾ അന്ധനെ സുഖപ്പെടുത്തുന്നത്. രണ്ട്, മറ്റൊരു കാഴ്ചയാണ് ജീവിതത്തിൽ ഈ ബധിരരായവർക്ക് ദൈവം കേൾവി കൊടുക്കുന്നത്. രണ്ടാമത്തത്, ബധിരരായവർക്ക് കേൾവി കൊടുക്കുന്നതാണ്. നമുക്കറിയാം, കേൾക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേട്ടവർക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈശോ ചെയ്യുന്നത് ഈ കേൾവിയിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ഇന്നും അനേകര് ഈ കേൾവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലരുടെക്ക് ജീവിതത്തിൽ അടഞ്ഞുപോയ കാതുകളുണ്ട്. ഇത് തുറക്കപ്പെടാൻ ദൈവത്തിൻ്റെ കൃപ വേണം. ഒരിക്കലും ഇങ്ങനൊരു അനുഭവം, ഇങ്ങനൊരു രോഗശാന്തി കൺമുമ്പിൽ കാണാനിട വന്നു. ഒരു റിട്രീറ്റ് സെൻ്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കാലത്ത് പെട്ടെന്നൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഈ കൊച്ചിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം അതിന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ആ കുട്ടി ചെയ്യുന്നത് നമ്മുടെ ചുണ്ടിൻ്റെ ലിപ് മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഇത് മനസ്സിലാക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ കൊച്ചിനോട് ഉറക്കെ ചോദിച്ചു, മോനെ ചെവി കേൾക്കാൻ വല്ല പ്രശ്നമുണ്ടോ? അപ്പോൾ ഇവൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒരു ചെവി കേൾക്കില്ല, ഒരു ചെവി കേൾക്കുള്ളൂ. അതുകൊണ്ട് ക്ലാരിറ്റി പെട്ടെന്ന് വന്നില്ലെങ്കിൽ എനിക്കിത് മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ഒരു രോഗശാന്തി കൃപയുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി, സിസ്റ്ററെ ഒന്ന് ഈ കൊച്ചിന് വേണ്ടി നമുക്ക് 2 പേർക്കും കൂടി പ്രാർത്ഥിക്കാം, സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ കൊച്ചും കണ്ണടച്ച് നിൽക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ ഈ വായു കടന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകും. അപ്പോൾ ഈ കൊച്ച് കണ്ണടച്ച് കൊണ്ട് പറയുകയാണ്, എൻ്റെ ചെവിട്ടിൽ നിന്ന് കൈയെടുക്കുക, എനിക്ക് ചെവിയിൽ കൈയിടുമ്പോൾ വേദന എടുക്കുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും നോക്കിയിട്ട് ഞങ്ങൾ ആരും ഇവൻ്റെ ചെവിട്ടിൽ കൈയിട്ടിട്ടില്ല. ഇവൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ ഇവൻ പറയുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവനെ എന്തെങ്കിലും തോന്നലായിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് പറയുക, എന്തോ ഒരു സാധനം വന്ന് എൻ്റെ ചെവിയിൽ അടയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം നോക്കുമ്പോൾ ഇവൻ്റെ ചെവി അടയപ്പെട്ടതും ആ ചെവി പിന്നീട് തുറക്കപ്പെട്ടതുമായിട്ട് കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചില പ്രവൃത്തികൾ, ഹീലിംഗ് മിനിസ്ട്രി ചെയ്യാൻ പറ്റും.
പ്രകടമായ ചില രോഗശാന്തികൾ നമുക്ക് ചുറ്റിനുണ്ടാകും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു, നമ്മുടെ കൂടെ ജീവിക്കുന്നു. നമ്മുടെ വേദനകൾ അവന് മനസ്സിലാക്കാൻ പറ്റുന്നു. മറ്റൊരു സൗഖ്യമാണ് ജന്മനാൽ അന്ധനായവനെ സുഖപ്പെടുത്തുന്നു. അവിടെ പറയുന്നുണ്ട്, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ കുറ്റം കൊണ്ടാണ്? ഈശോ പറഞ്ഞ ആരുടെയും കുറ്റമല്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനാണ് ദൈവം ചില ഹീലിംഗ് നടത്തുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള പ്രവൃത്തി വെളിപ്പെടാൻ. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. തളർന്നു കിടക്കുന്ന വ്യക്തിയെ പല വിധത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസം കൊണ്ട് സൗഖ്യം കൊടുക്കുന്ന തളർവാദ രോഗിയുടെ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കി ഒരു ധ്യാനം കൂടി പോയ ഒരു കുടുംബമാണെന്ന് വിചാരിക്കും. ഇവർ പോയിട്ട് ഈ തളർവാദ രോഗിയെ കട്ടിലിനോട് കൂടി എടുത്തുകൊണ്ടുവരാം. എന്നിട്ട് ഈ മേൽക്കൂര പൊളിച്ച് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരാം. ഈശോ അവരുടെ വിശ്വാസം കണ്ട് ആ വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു. ചിലപ്പോഴേക്കും ഹീലിംഗ് നടക്കുന്നത് ഈ രോഗിക്ക് അത്ര വിശ്വാസം ഉണ്ടാവണമെന്നില്ല, രോഗിയുടെ ചുറ്റുപാടുള്ളവരുടെ വിശ്വാസം കണ്ട് രോഗിക്ക് സൗഖ്യം കിട്ടാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ഹീലിംഗ് കർത്താവിൻ്റെ ഈ ഫിസിക്കൽ ഹീലിങ്ങിലുണ്ട്. അതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ആരും സ്പർശിക്കാൻ ഇഷ്ടപ്പെടാത്തവർ, ആരും പോകാൻ ഇഷ്ടമില്ലാത്തവർ, ആർക്കും വേണ്ടെന്ന് തോന്നുന്നവരുടെ ഫിസിക്കലായ പ്രസൻസിലും കർത്താവ് ഹീലിംഗ് കൊടുക്കുന്നത് കാണാം. കാരണം ആരും പോവില്ല. കാരണം നമുക്കറിയാലോ, കുഷ്ഠരോഗം അതിഭീകരമായ രോഗമാണ്. അതിനെ സുഖപ്പെടുത്തുന്ന കർത്താവ്. ഇതുപോലെയാണ് രക്തസ്രാവം. ശപിക്കപ്പെട്ട രോഗങ്ങൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടം. യഹൂദ മതത്തിൽ 2 ശപിക്കപ്പെട്ട രോഗം ഉണ്ടായിരുന്നു. ഒന്ന് കുഷ്ഠരോഗവും മറ്റൊന്ന് ഈ രക്തസ്രാവമായിരുന്നു. സ്ത്രീ സഹജമായ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, അതൊരു രോഗമല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരു സ്ത്രീക്ക് കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ അവളുടെ ഉദരത്തെ ഒരുക്കുന്ന അവസ്ഥയാണ്. ഇത് യഹൂദരുടെ ഇടയിൽ ഇതൊരു ശപിക്കപ്പെട്ട അവസ്ഥയാണ്. ഇത് മാറ്റാനാണ് ഈശോ ഈ 12 വർഷമുള്ള രക്തസ്രാവക്കാരിയെ ഈശോ സുഖപ്പെടുത്തുന്നു. ഇതൊക്കെ ഫിസിക്കൽ ഹീലിംഗ് ആണ്. അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിൽ സൗഖ്യം ഇറങ്ങി വന്നു. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, എന്നെ ആരോ സ്പർശിച്ചു. ഈശോയുടെ ശരീരത്തിൽ ഫിസിക്കലായിട്ട് ഈ വ്യക്തിയുടെ സ്പർശനം അനുഭവിച്ചപ്പോഴാണ് ഈശോ പറയുന്നത്, ഞാനൊരു ഫിസിക്കൽ ഹീലിംഗ് ഈ കൂട്ടത്തിലുള്ള ആർക്കോ കൊടുത്തിട്ടുണ്ട്. അനേകർ ഈശോയെ തൊട്ടിട്ടും ഒരു വ്യക്തി മാത്രമാണ് സ്പർശിച്ചു എന്ന് ഈശോ പറയണേ. കാരണം എന്താണ്? ആ വ്യക്തിയുടെ വിശ്വാസം ഈശോയെ സ്പർശിച്ചു. പ്രിയപ്പെട്ട, നമുക്കും ഹീലിംഗ് കിട്ടണമെങ്കിൽ നമുക്ക് വിശ്വാസപരമായൊരു സ്പർശനം ഉണ്ടാകണം. 5ാമത്തെ കാര്യം വൈകാരികവും ആത്മീയവുമായ രോഗശാന്തിയാണ്. ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്. ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ മാതാവിനോട് ചേർന്ന് ഈശോയോട് പ്രാർത്ഥിക്കണം. ഈശോയെ, ഞാൻ പെട്ടെന്ന് കോപിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ഭയങ്കര നിരാശയാണ്, ആത്മഹത്യ ചിന്തയുണ്ട്, ഞാൻ ഭയങ്കര ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഇമോഷണലായിട്ടും സ്പിരിച്വലായിട്ടും ഒരു ഹീലിംഗ് വേണം. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത, ഈശോയുടെ ഹൃദയം സുഖപ്പെടുത്തുന്നത് ഇമോഷണലായിട്ടുള്ള ബാലൻസുകളെ സുഖപ്പെടുത്തുന്ന. അതുകൊണ്ട് വചനം പറയാണ്, മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ശരിക്കും നല്ല കേൾക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ അനേകം രോഗങ്ങൾ വിട്ടുപോകും. ഇതാരും കേൾക്കാനില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ അനേകർ കുമ്പസാരിക്കുമ്പോൾ തന്നെ രോഗശാന്തി ഉണ്ടാകുന്നത്. കുമ്പസാരിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും ആ പാപഭാരങ്ങളെല്ലാം ഏറ്റു പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സമാധാനം കൃപയും കിട്ടുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മത്തായി 9:2 വചനം പറയുക, മകനെ മകളെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് നടക്കുക, നിനക്ക് സൗഖ്യം കിട്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാപം മോചിക്കപ്പെടുമ്പോൾ വലിയൊരു സൗഖ്യമുണ്ട്. അതൊരു ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് ആണ് തിരിച്ചറിയുക. 6ാമത്തെ രീതിയാണ് ഭൂതങ്ങളുടെ പീഡകളിൽ നിന്ന് വിടുതൽ നൽകുന്ന ഒരു ഹീലിംഗ്, ദ ഡെലിവറൻസ് ഫ്രം ദ ഡിമോണിക്കൽ പൊസഷൻസ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പൊസഷൻസിൻ്റെ സ്പിരിറ്റ് വരുമ്പോൾ അനേകരെ രോഗികളാക്കാറുണ്ട്. നമുക്കറിയാം, കഫർനാമിലെ ബധിരനായ മനുഷ്യൻ്റെ ബധിരതയ്ക്ക് കാരണം അവിടെ പിശാച് ബാധയായിരുന്നു. അതുപോലെ തന്നെ ഗനേസർ എന്ന നാട്ടിലേക്ക് ഈശോ പോകുമ്പോൾ ഗനേസറിൻ്റെ പ്രത്യേകത ബൈബിൾ ചരിത്രകാരന്മാർ പറയുന്നത് അത് പിശാച് ബാധയുള്ള സ്ഥലമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്തേക്ക് ഈശോ പോകുമ്പോൾ ആ ദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഈ മരിച്ചുപോയ ബോഡികളെ കൊന്നിടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് യഹൂദർ ആരും അവിടെ പോകില്ലായിരുന്നു. അവരുടെ ഒരു വിശ്വാസം അവിടെ പിശാച് ബാധയുള്ള സ്ഥലമാണ്. പ്രിയപ്പെട്ടവരെ, അവിടേക്ക് ഈശോ ചെല്ലുകയാണ്. അവരുടെ വിശ്വാസത്തെ എതിർലംഘിക്കുന്ന അല്ലെങ്കിൽ പിശാച് ബാധയുള്ള ഒരു വ്യക്തി, ഈ ഭയം കൊണ്ട് കയറിയ ഒരു ബാധയാണ്. അവിടെ ഈശോ പോയിട്ട് അതിനെ പുറത്താക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, നമുക്ക് ചുറ്റുമുള്ള ചില പീഡകൾ നമുക്ക് രോഗങ്ങളായിട്ട് മാറും. കർത്താവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിലെ ബാധകൾ, അതാണ് ഈശോ ചെയ്യുന്നത്. ഈശോ പിശാചുകളെ പുറത്താക്കുക, പെട്ടെന്ന് രോഗശാന്തി ഉണ്ടാകുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കിട്ടേണ്ട ഒരു ഹീലിംഗ്, മനസ്സിന് ബാധിച്ചിട്ടുള്ള ബാധകൾ പുറത്താക്കുമ്പോൾ ശരീരത്തെ ബാധിക്കുന്ന തിന്മകളും ബാധകളും വിട്ടുപോകാൻ തുടങ്ങും. ഏഴാമത്തെ കാര്യം, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ്. അതിങ്ങനെയാണ് പറയുന്നത്, റിസണിങ് ദ ഡെത്ത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഒരു ഹീലിംഗ്. ഈശോയുടെ ഏറ്റവും കൃപ നിറഞ്ഞ ഒരു ഹീലിംഗ് ആണ്. അതുകൊണ്ട് അവൻ രോഗശാന്തി മാത്രമല്ല നൽകിയിരിക്കുന്നത്, ജോവറാസിൻ്റെ മകളെ മരിച്ച കിടക്കയിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണേ, ദൈവം ആ കുടുംബത്തിൽ ചെയ്തത് ഒരു വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിക്കുന്ന ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ കെട്ടുകൾ അഴിയുകയും, അവൻ മരിച്ചിട്ടില്ല, അവൻ ഉറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, മരണം ഒരു ഉറക്കമാകണം, അവിടെയാണ് ഉയർപ്പ് സാധ്യമാകാന്ന് ഈശോ പഠിപ്പിക്കുക. നമ്മളും ജീവിതത്തിൽ ഉറങ്ങിയവരെ പോലെ കിടക്കുക, മരിച്ചവരെ പോലെ കിടക്കുക. ഇവിടെ നിന്ന് ഉയർക്കണം, നമ്മുടെ കെട്ടുകൾ അഴിക്കണം. പറയുന്നുണ്ട്, ലാസറിൻ്റെ കെട്ടഴുകി, അവൻ ഉറങ്ങുക, അവൻ എഴുന്നേക്കും. ആരും വിശ്വസിക്കുന്നില്ല. 3 ദിവസമായി ചീഞ്ഞളിഞ്ഞ ശരീരത്തെ നോക്കിയിട്ടാണ് ഈശോ പറയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ ഒരു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഹീലിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പസ്തോലിക ദൗത്യത്തിലും ദൈവം ഭാഗമായി നൽകിയത് രോഗശാന്തി വരവാണ്. പത്രോസിന് കൊടുത്തത് ഈ വരവാണ്. നീ ലോകത്ത് എവിടെ പോയാലും രോഗശാന്തി നൽകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസ് പെന്തക്കുസ്ത കഴിഞ്ഞ് പോകും പറയാ, എൻ്റെ കയ്യിൽ പൊന്നോ വെളിയില്ല, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക്. അവിടെ ഹീലിംഗ് ഉണ്ടാവുകയാണ്, വാക്കിൽ പോലും ഹീലിംഗ് ഉണ്ടാവുകയാണ്. നമുക്ക് ചുറ്റുമുള്ളവരും രോഗികളായി കിടക്കുമ്പോൾ അവരെ സന്ദർശിക്കുമ്പോൾ ഈശോ പത്രോസിലൂടെ ചെയ്തൊരു പ്രവൃത്തി അവർക്ക് ചിലപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ സൗഖ്യമായിരിക്കും. പ്രിയപ്പെട്ടവരെ, വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന മക്കൾ ചെയ്യേണ്ടത് ഈ ഒരു ആശ്വാസത്തിൻ്റെ ഹീലിംഗ് ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇനിയുള്ള ദിവസങ്ങളിലായാലും രോഗി സന്ദർശനങ്ങൾ, ആശുപത്രികളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അവരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുന്നത്, ഇതെല്ലാം ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എൻ്റെ ജീവിത കിടക്കയിൽ എനിക്ക് ഇതൊരു കടമായിട്ട് ദൈവം തിരിച്ചു തരും. ഞാൻ കൊടുത്തതെല്ലാം ദൈവം നമുക്ക് വീട്ടിത്തരും. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. 9ാമത്തത്, വിശ്വാസത്തിൻ്റെ അടയാളമായ രോഗശാന്തി. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സുഖപ്പെടുത്തും. മാർക്കോസ് 5:34 പറയുക, വിശ്വാസിക്ക് രോഗശാന്തിയുണ്ട്. വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളം ഉണ്ടായിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന സൗഖ്യമാണെങ്കിൽ നീ വിശ്വസിച്ചാൽ ഉണ്ടാവും. ചിലപ്പോൾ ദൈവത്തിന് ഈ രോഗത്തിലൂടെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രാർത്ഥിച്ച് നടക്കണമെന്നില്ല. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ദൈവഹിതമായിട്ടുള്ളത് എന്നിൽ നടക്കാൻ തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റണമേ. ഇത് ദൈവഹിതമാണെങ്കിൽ അത് തിരിച്ചറിവോടെ സ്വീകരിക്കാനുള്ള കൃപ തരണയെന്ന് ഈ രോഗശാന്തിയുടെ ഇടയിൽ പ്രാർത്ഥിക്കണം. 10ാമത്തത്, സഭയിലൂടെ നടക്കുന്ന രോഗശാന്തിയാണ്. സഭയിലാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും വലിയ രോഗശാന്തി. ഒരിക്കൽ വലിയൊരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ ഇങ്ങനെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെയാണ് പങ്കുവെച്ചത്, എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഇത്രമാത്രം സൗഖ്യങ്ങൾ ഉണ്ടാകാൻ കാരണം അവരുടെ കൂദാശ ജീവിതമാണ്. പരിശുദ്ധ കുർബാനയോളം ഏറ്റവും സൗഖ്യമുള്ള മറ്റൊരു ദൈവത്തിൻ്റെ ഹീലിംഗ് നടക്കുന്ന മറ്റൊരു പ്രസൻസ് ഇല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ അറിയണേ, ഈശോയുടെ സ്പർശനമേറ്റ് എൻ്റെ ശരീരം സൗഖ്യപ്പെടില്ലേ? കാരണം എനിക്ക് സൗഖ്യം കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് എവിടെയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കണേ, നമ്മൾ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ചിലപ്പോൾ വൈദികരുടെ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇടികൂടുന്ന നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ആ ദൈവത്തിൻ്റെ സ്പർശനം നിന്നാൽ സൗഖ്യം കിട്ടാൻ വേണ്ടി എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും വൈദികരുടെ പ്രാർത്ഥന മേടിക്കുന്നത് നല്ലത് തന്നെ. എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയുടെ അടുത്ത് ഈ തിരക്ക് കണ്ടിട്ടില്ല. ജീവിക്കുന്ന ദൈവം ഒരു പുരോഹിതനിൽ ഇല്ലെങ്കിൽ ആ പുരോഹിതന് എങ്ങനെ നിങ്ങൾക്ക് സൗഖ്യം നൽകാൻ പറ്റും? അങ്ങനെയെങ്കിൽ യഥാർത്ഥ ദൈവത്തെ അവനായിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിക്കുന്ന എനിക്ക് തീർച്ചയായിട്ടും അത് വലിയൊരു സൗഖ്യത്തിൻ്റെ അടയാളമല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് യേശുവിൻ്റെ മുറിവുകൾ എനിക്ക് സൗഖ്യമാണ്. യേശുവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ജീവിതത്തിൻ്റെ സൗഖ്യത്തിൻ്റെ തന്നലായിട്ട് കടന്നു വരണം. നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം, കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും. യെശയ്യാ 33:24, അവിടുന്ന് വസിക്കുന്ന ഒരാൾക്കും താൻ രോഗിയാണെന്ന് പറയുകയില്ല. അവിടുന്ന് വസിക്കുന്ന ഒരാൾ താൻ രോഗിയാണെന്ന് പറയില്ല. അവരുടെ അകൃത്യങ്ങൾക്ക് മാപ്പ് ലഭിക്കും. കർത്താവകത്തുള്ളവൻ ഒരിക്കലും രോഗിയല്ല. കാരണം അവൻ രോഗിയാണെങ്കിൽ അവൻ്റെ ദൈവവും രോഗിയാണ്.
അതുകൊണ്ട് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. കാരണം നമ്മുടെക്കും ജീവിതത്തിൻ്റെ അമരത്ത്, തോണിയുടെ അമരത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. പത്രോസ് വെള്ളത്തിൽ താഴ്ന്നു പോയതിന് കാരണം എന്താ? അവൻ്റെ അവിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഈശോ പറയുന്നുണ്ട്, നീ എഴുന്നേക്ക്, വിശ്വാസിയായിട്ട് മാറ്. പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ സൗഖ്യം മാത്രമല്ല, രോഗത്തെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുന്നത് രോഗശാന്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.